ഓക്കെ, ഇതിൽ എങ്ങനെയാണ് നമ്മളെ ഈ ഒരു CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു ഡെമോൺസ്ട്രേഷനാണ് കാണിക്കുന്നത്. ഇത് സോഫ്റ്റ്വെയറിൻ്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആട്ടോ. അപ്പോൾ നമ്മൾ CRM സോഫ്റ്റ്വെയർ ഞാൻ ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തതാണ്, അതാണ് ഇങ്ങനെ ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റിനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, രണ്ടാമത്തെ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് മെസ്സേജസ്, അതിപ്പം നമ്മൾ ചെയ്യുന്ന കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കോൺടാക്റ്റ്. ഇതിപ്പോൾ നമ്മൾ ലാബിലുണ്ട്, ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്, ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം, അതൊക്കെ ഇതിൽ പോസിബിളാണ്. പിന്നെ ജസ്റ്റ് കോൺടാക്റ്റിലേക്ക് സെൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. കോൺടാക്റ്റിലേക്ക് സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടില്ല, അവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ചാറ്റിലുള്ള കോൺടാക്ട്സ് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. എല്ലാതെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്തിട്ട് 2 കോൺടാക്റ്റ് ഇപ്പോൾ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം കോൺടാക്ട് മെസ്സേജസ് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. ഇത് ഇപ്പോൾ ഒരു മീഡിയം കൂടി നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബൾക്ക് സെൻറ്റർ പോലെയല്ല CRM അത്യാവശ്യം എന്താ പറയുക, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പം ഞാൻ മീഡിയം കൂടി അറ്റാച്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു CRM വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിപ്പോൾ മെസ്സേജ് സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഇതിപ്പം WA-CRM എന്ന് പറയുന്നത്. അപ്പം ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ അഡ്മിൻ പാനൽ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ക്രോം എക്സ്റ്റൻഷനും അവൈലബിൾ ആണ്. ഫുൾ ഗൈഡ് കോഴ്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ.